അതമ്മ ആ ഫോൺ അടിച്ച് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഹലോ, ആരപ്പത്? മനസ്സിലാവണില്ലല്ലോ. എടി ഈ എന്നെ മറന്നൂലേ? ആ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഷാനല്ലേ? ഹാവൂ, സമാധാനായി. എന്നാലും ഈ എന്നെ മറന്നില്ലല്ലോ, സന്തോഷായി എനിക്ക്. എങ്ങനെയടി എന്നെ മറക്കുക? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ സന്തോഷിച്ചത് ഞാൻ ഈ ഒരുമിച്ച് പഠിച്ചിരുന്ന അന്നത്തെ ആ ഒരു സമയമാണ്. 4-5 വർഷം ഞാനും ഈ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതല്ലേ. ആ സമയമൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അല്ല, എനിക്ക് എവിടുന്ന എൻ്റെ നമ്പർ കിട്ടിയത്? അതിൻ്റെ കഥയൊന്നും പറയണ്ട. എൻ്റെ നമ്പർ കിട്ടാൻ പെട്ടൊരു പാടേ. എന്തായാലും നമ്പർ കിട്ടിയല്ലോ, ഇനി ഞാൻ എപ്പോഴും വിളിച്ചു. പിന്നെ അന്നെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എടി, ആ ഗ്രൂപ്പിലേ ഈ മാത്രമാണ് ഇല്ലാത്തത്. നമ്മളൊപ്പം പഠിച്ച ഗേൾസും ബോയ്സും എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ട്. പിന്നെ അടുത്ത ശനിയാഴ്ച നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും ഈ വരണം. കാര്യമായിട്ട് ഞാനത് പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. എടേ, നിങ്ങളെല്ലാരും കൂടിക്കോളി, ഞാൻ ഉണ്ടാവില്ല. അതെന്താ, എനിക്ക് ഞങ്ങളെ കാണാൻ പോതില്ലേ? ഇതൊന്നും പറയണ്ട, ഈ ആ പരിപാടിക്ക് വന്നേ പറ്റൂ. എൻ്റെ ഹസ്ബൻഡിനെ എന്നെ ഭയങ്കര സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഞാനിവിടെ ജീവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. എപ്പോഴും അടി കച്ചറയും കാര്യങ്ങളൊക്കെയാണ്. ഞാനും എൻ്റെ കുട്ടിയും വീട്ടിൽ ജീവിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെയുള്ള തൊട്ട അയൽവാസികളോട് പോലും എന്നോട് മിണ്ടാനയക്കൂല. എനിക്കറിയോ, എത്ര കാലമായി ഞാനൊന്ന് മനസ്സറിഞ്ഞുറങ്ങിയിട്ട് അറിയോ. അയാളടുത്ത് ഒരുപാട് പൈസ ഉണ്ട്. ആ പൈസ കൊണ്ട് അയാളും അയാളുടെ ചെങ്ങായിമാരും വാണ്ടമാരി ചെലവാക്കുക, ദൂർത്തടിക്കുക. ഞാനും എൻ്റെ കുട്ടിയും ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല. ഞങ്ങളെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കഴിയും. ഈ 4 ചുവരിൻ്റെ ഉള്ളിൽ അങ്ങനെ കഴിയും. എവിടേക്കും കൊണ്ടുപോകില്ല. എൻ്റെ കുട്ടീനോട് എപ്പോഴും ചോദിക്കും, ഉമ്മച്ചിയെ നമ്മളെന്താ എങ്ങോട്ടും പോവാത്തെ? എല്ലാവരും ഫ്രണ്ട്സൊക്കെ ടൂറ് പോകും, നമ്മളെന്താ എവിടേക്കും പോവാത്തെ? കല്യാണം കഴിഞ്ഞ ഉടനെ ഞാനും മൂപ്പരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. അന്ന് നമ്മളൊപ്പം പഠിച്ച ആരുണില്ലേ, ഓനെ ഞാൻ കണ്ടു. അപ്പം കണ്ടപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പഠിച്ചതല്ലേ, മിണ്ടിയിട്ടില്ലെങ്കിൽ മോശമല്ലേന്ന് വിചാരിച്ചിട്ട് മിണ്ടി. അത് മൂപ്പര് കണ്ടു. അവിടെ നിന്നിട്ടാണ് മൂപ്പരിനെ ഓരോന്ന് പറഞ്ഞിട്ട് ഓൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കും. അതേപോലെ തന്നെ ചീത്ത പറയാ. ഭയങ്കര ഡൗട്ട്. അനക്ക് ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് ബോറടിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. അപ്പം അതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാലൊരു സമാധാനമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് ബോറടിച്ചോ? എടി, എന്നെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. ഈ ഇതൊക്കെ സഹിച്ച് എങ്ങനെയാ അവിടെ നിൽക്കണത്? ചില സമയത്ത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നും. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ മുഖം ഓർമ്മ വരും. ഓന് വേണ്ടിയാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ഈ എന്നോട് പറഞ്ഞില്ലേ വാട്സപ്പിൽ ആഡ് ചെയ്യാന്ന്? അതൊന്നും നടക്കൂലടി. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ചെറിയ ഫോണാണ്. ഇതിൽ വാട്സപ്പ് ഒന്നുമില്ല. വാട്സപ്പിലുള്ള ഫോൺ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് ഇയാൾ ഒരു ദിവസം എറിഞ്ഞ് പൊട്ടിച്ചു. ഞാൻ ആരോടെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്തെങ്കിലും വിചാരിച്ചിട്ട്. അയാൾ ഒരു തരം സൈക്കോണ്. എനിക്കിപ്പോൾ ആകെ വിളിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയും അനിയത്തിയല്ലേ, ഓര് ഇതിലേക്ക് വിളിക്കും. ഈ ഫോൺ തന്നെ എനിക്ക് ധാരാളമാണ്. എന്തിനാടി ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കണത്? എനിക്ക് എൻ്റെ പെരിക്ക് പോന്നൂടെ? അല്ല, ഓൽക്ക് ഇതൊന്നും അറിയില്ലേ എൻ്റെ ഈ അവസ്ഥയൊന്നും? എടീ, എൻ്റെ ഉപ്പ കിടപ്പിലായിട്ട് കുറേ കാലമായില്ലേ. പിന്നെ ഉമ്മാക്കും തീരെ വയ്യ. എന്നാലും ഉമ്മ പണിക്ക് പോയിട്ടാണ് പെരീത്തെ ചിലവൊക്കെ കഴിയുന്നത്. അനിയത്തിൻ്റെ പഠിപ്പും ചിലവും കാര്യങ്ങളൊക്കെ കഴിയുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള പെരീക്ക് എങ്ങനെ ഞാൻ കയറി ചെല്ലുക? പിന്നെ കൊല്ലത്തിൽ 1-2 വട്ടമൊക്കെ പോകും. അതിന് മൂപ്പരെ കാലൊടിച്ചണം. ഞാൻ നാളെ മൂപ്പരോടെ ഉമ്മാക്ക് കുറച്ച് പൈസ കൊടുക്കൊഴിച്ചു. അപ്പം മൂപ്പരിനോട് അറിയാം, ഞാൻ എന്നെ മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ, എൻ്റെ പെരക്കാരൻ മുഴുവൻ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല. എന്നോട് സംസാരിച്ചിരുന്നിട്ട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ഈ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. എനിക്ക് എന്നോട് പറഞ്ഞപ്പോൾ ഒരുപാട് സമാധാനമുണ്ട്. ഇന്ന് ഞാൻ ഉറങ്ങും തോന്നണില്ല. അത്രയും സങ്കടമായി എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. ആർക്കാ ഫുൾ ടൈം ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്? എപ്പോൾ നോക്കിയാലും എൻ്റെ ഫോണാണല്ലോ.
ചെല്ലി. മര്യാദക്ക് പോയി ചോറാണ്ടിക്കച്ചി. ഞാൻ പോയി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മോനെ അങ്ങനെ സ്കൂൾക്കും പോയി. ആകെയുള്ളൊരു സമാധാനം എൻ്റെ കുട്ടിയാണ്. ഓൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. മൂപ്പര് പിന്നെ ഇവിടെ ഇല്ലാതിരിക്കുക നല്ലത്. മൂപ്പരെ കാണാൻ എനിക്ക് പേടിയാണ്. ആരാ ഈ നേരത്ത് ബെല്ലടിക്കണേ? മൂപ്പര് ഈ നേരത്ത് വരലില്ലല്ലോ. അയാളുടെ മുഖം തന്നെ എനിക്ക് കാണും. ആ കാതർക്കങ്ങളാ? എപ്പോ നോക്കിയാലും വാതിലടിച്ചും കൊണ്ടാണല്ലോ ഇജ്ജ്. എങ്ങനെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇജ്ജ് കജ്ജുന്നു? നിങ്ങൾ എന്തേ ഇപ്പൊ ഇങ്ങോട്ട് ഈ നേരത്ത് വന്നേ? ഇങ്ങോട്ട് ആര് വരുന്നത് എനിക്ക് പേടിയാണ്. മളജ് ബേജാറാകൊന്നും വേണ്ട. ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പിന്നെ ഇനി പറയുന്ന കേട്ടുകൊണ്ട് ബേജാറാണ്ട. എൻ്റെ മാപ്പിളേ ആക്സിഡന്റ് എന്തായിങ്ങാണ്ട് ആസ്പത്രിക്ക് കൊണ്ടിരിക്കുന്നത്, പ്രൈവറ്റ് ആസ്പത്രിക്ക് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ തുണക്കാരാണ് അവനെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരവിടെ ആസ്പത്രിയിലാക്കിയാണ് ഒരു പോയിരിക്കുന്നത്. ഇനിയിപ്പോ അവിടെ ആരും ഇല്ല. അല്ല നല്ല പരിക്കുണ്ടോ? എനിക്ക് പേടിയാവണുണ്ട്. പിന്നെ വലിയ പരിക്കൊന്നുമില്ല. ചിലപ്പം ബേജാറാകൊന്നും വേണ്ട, എളുപ്പം മാറ്റിക്കോ. ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചിങ്ങാണ്ട് ഞാൻ എന്നാ സ്റ്റാൻഡിലേക്ക് ഉണ്ടാക്കി തരാം. അവിടുന്ന് ബസ് കിട്ടും, ആ ബസ്സിനോട് പോയാൽ മതി. അല്ല ഞാൻ എങ്ങനെ ഒറ്റക്ക് പോവുക? ഇതുവരെ ഞാൻ എങ്ങോട്ട് ഒറ്റക്ക് പോയിട്ടില്ല. പിന്നെ മോന് സ്കൂൾക്ക് പോയിക്കല്ലേ, മോനെന്താ കാട്ടുക? ജയ് എന്റെ കുട്ടിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ബേജാറാവൊന്നും വേണ്ട. ഇന്റെ പേരക്കുട്ടി ആ സ്കൂളിൽ തന്നെ പഠിച്ചിന്. അപ്പൊ ആ സ്കൂൾ ബസ് വരുമ്പോ ആ കുട്ടിനെ ഞാൻ അവിടെ ഇറക്കിങ്ങാണ്ട് ഇന്റെ കുടിക്ക് കൊണ്ടുപോയിക്കോളാം. കാതർക്കാന്റെ കയ്യും കാലും വരച്ചിട്ട് എനിക്ക് ഒന്നിനും വയ്ക്കണില്ല. ഞാനോക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഇപ്പൊ എനിക്ക് സുഖമില്ലാതായപ്പോ ഒളിഞ്ഞ് ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒളിഞ്ഞ് നോക്കുന്നത്. പാവം. അല്ല കുട്ടിയെ, എന്താ എന്റെ ഫോണൊക്കെ അടിച്ചിട്ട് എടുക്കാത്തത്? അമ്മ ആദ്യം ആ ഫോണെങ്കിലും ഒന്ന് എടുത്തേനു, ഇപ്പൊ അതും എടുക്കണില്ല. എനിക്ക് നേരല്ലാഞ്ഞിട്ടാ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാത്തത്. ഇജൊന്നുകൊണ്ടും പേടിച്ചണ്ട, എന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എൻ്റെ ചങ്ങാഴ്ച വിളിച്ചിനിച്ച് ഷാനി, ഓളിഞ്ഞോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്നെ ഇടങ്ങാറാക്കാൻ ഞാൻ സമ്മതിച്ചൂല. വേഗം പോയി മാറ്റി. കുട്ടി സ്കൂളിൽ വന്നപ്പോ നമുക്ക് പോണം. നിങ്ങൾ എന്തമ്മ പറയണേ? ആ റൂമൊക്കെ ഒന്ന് ചെന്ന് നോക്കി. എന്താപ്പത്? എന്താ ഓനിക്ക് പറ്റിയത്? കാക്കുവോ? ആരാ വന്നിക്കണേ നോക്കി. ഓന് നല്ല ഉറക്കത്തിലാണ്, ഓനെ വിളിച്ചണ്ട. അല്ല എൻ്റെ കജ്ജുമ്മയും കൗത്തിലുള്ളതൊക്കെ കൊടുത്തു. അത് പിന്നെ ഹോസ്പിറ്റലിൽ ബില്ലടക്കാനേ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി വിറ്റു. ചങ്ങായിമാരൊക്കെ ഞാൻ വിളിച്ചു, ആരും ഫോൺ തന്നെ എടുക്കണില്ല. ഞാൻ അന്നേ പറഞ്ഞതാണ് കജ്ജിലുള്ള പൈസ വെറുതെ കഴിച്ചണ്ടെന്നുള്ളത്. അന്നോട് ഇക്കണ്ട ക്രൂരതൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തിനാ ജോനെ ഇങ്ങനെ നോക്കാൻ നിൽക്കണത്? എന്താ അമ്മങ്ങൾ പറയണത്? എൻ്റെ കുട്ടിൻ്റെ അപ്പല്ലേ, എനിക്ക് എന്നും മൂപ്പരോട് സ്നേഹം തന്നെ ഉള്ളൂ. ഇനിയോ നന്നായിട്ടില്ലെങ്കിലേ അന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, അതിലൊരു സംശയവും ഇല്ല.